FCRI നിയമ ഭേദഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആശങ്കയിലാകുന്ന 3 കൂട്ടരാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ FCRI നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ആദ്യമായി FCRI നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ക്രിസ്തീയ സഭകളെക്കാൾ കൂടുതൽ പ്രശ്നമുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ്. മാധ്യമങ്ങൾ ക്രിസ്തീയ സഭകളുടെ അവരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ക്രിസ്തീയ സഭകളോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. അതവർക്ക് ക്രിസ്തീയ സഭകളോടുള്ള താല്പര്യം കൊണ്ടല്ല, കേരളത്തിലെ ചില രാഷ്ട്രീയ കക്ഷികളോടുള്ള താല്പര്യം കൊണ്ടാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ വിഭാഗക്കാർ ഇവിടെ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ മൂന്നാമത്തെ വിഭാഗമോ ക്രിസ്തീയ സഭകൾ. അതും ക്രിസ്തീയ സഭകളിലെ എല്ലാവരും എന്ന് പറഞ്ഞുകൂടാ, ഒരു വിഭാഗം ക്രിസ്തീയ സഭകൾ. ആകെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലുടനീളം 16,000-ഓളം NGO-കൾ, ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ ഏതാണ്ട് 3,000-ഓളം മാത്രമാണ് ക്രൈസ്തവ സഭാ വിഭാഗത്തിനുള്ളത്. അത് 3,000 എന്നും പറഞ്ഞുകൂടാ, ഏതാണ്ട് 10%, 15% എന്നാണ് ഇപ്പോൾ പറഞ്ഞ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ FCRI നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ക്രിസ്തീയ സഭകളുടെ സ്വത്ത് മുഴുവൻ എല്ലാവരും തട്ടിക്കൊണ്ടുപോകുമെന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ വലിയ മാധ്യമ അജണ്ട, രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ ഒരു സ്ഥാപനത്തിന്റെ വലിയ പദവിയിലിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക, ആ പദവിയിലിരിക്കാൻ അവർ യോഗ്യയാണോ എന്നുള്ളത് മറ്റൊരു കാര്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ മാധ്യമ പ്രവർത്തക പറയുന്നു, ഇന്ത്യയിലുടനീളം 16,000-ഓളം FCRI നിക്ഷേപം സ്വീകരിക്കുന്ന സൊസൈറ്റി, ട്രസ്റ്റ്, അങ്ങനെയുള്ള സംഘടനകളുണ്ട്. അതിൽ 15,000-ഓളം ക്രിസ്ത്യാനികളുടേതാണ്. ക്രിസ്തീയ സഭകളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നു. ഇതിൽ ആശങ്ക ഉണ്ടാക്കേണ്ട യാതൊരു പ്രശ്നവുമില്ല. FCRI നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആ നിയമ ഭേദഗതി എന്താണ്, അതിൽ കുറച്ചുകൂടി, അതിന്റെ നിയമം കുറച്ചുകൂടി ടൈറ്റൻ ചെയ്യൂ എന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലാത്ത ഈ നിയമം എന്താണ് എന്ന് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് പാടില്ല എന്നുള്ളതാണ്. അതായത് FCRIയുമായി ബന്ധപ്പെട്ട് ഫോറിൻ ഫണ്ട് വാങ്ങാൻ അതൊരു അവകാശമല്ല എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ ഫോറിൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഫോറിൻ ഫണ്ട് വാങ്ങിയാൽ അത് നേരത്തെയൊക്കെ നമ്മൾ കാണാറുള്ളത് ചില വലിയ സംഘടനകൾക്ക് മാത്രമാണ് അങ്ങനെ ഫോറിൻ ഫണ്ട് സ്വീകരിക്കാനുള്ള നിയമമുള്ളത്. ആ ഫോറിൻ ഫണ്ട് സ്വീകരിക്കാൻ അനുമതിയുള്ള അവരെ വെച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും സംഘടനകളൊക്കെ അതുവഴി ഫണ്ട് വരുത്തി വേറെ ചെറിയ ചെറിയ സംഘടനകളിലേക്ക് സബ് കോൺട്രാക്ട് പോലെ ഇങ്ങനെ പണം കൊടുക്കുന്നു, ഒരു കമ്മീഷൻ ഇവരെ എടുക്കുന്നു. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. എനിക്കറിയാം, അത്തരത്തിലുള്ള ഹൈന്ദവ സംഘടനകൾ ഉണ്ട്, ഹൈന്ദവ സംഘടനകൾ വരെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. FCRI ഫണ്ടുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഫണ്ട് വരുത്തി അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൻ്റെ വ്യവസ്ഥ. രണ്ടാമത്, ഈ FCRI ഫണ്ട്, അതായത് വിദേശ ഫണ്ട് ഇവിടെ എത്തിയാൽ, ഇപ്പം ഞാനൊരു സംഘടന നടത്തുന്നുണ്ട്, ഞാനൊരു ട്രസ്റ്റോ ചാരിറ്റബിൾ സൊസൈറ്റിയോ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ 50% പണം എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ, പെട്രോൾ അടിക്കാൻ, കാർ വാങ്ങിക്കാൻ, വസ്തു വാങ്ങിക്കാൻ, കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ ചെലവാക്കാൻ കഴിയും. അപ്പോൾ ഇനി മുതൽ അത് കഴിയില്ല. 20% മാത്രമേ ആ തരത്തിൽ ചെലവാക്കാൻ കഴിയുകയുള്ളൂ. ബാക്കി മുഴുവൻ ഫണ്ടും ഏത് ആവശ്യത്തിനാണോ വരുന്നത് ആ ആവശ്യത്തിന് തന്നെ ചെലവാക്കണം. അതുപോലെ ഫണ്ട് മാറ്റി ചെലവഴിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ ആവശ്യത്തിന് വരുന്ന ഫണ്ട് വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രമേ ചെലവാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പനി ആക്ട് പോലെ ബാക്കിയുള്ള നിയമവ്യവസ്ഥകൾ മുഴുവൻ പാലിക്കണം. അതായത് ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഈ കാര്യങ്ങൾ മാത്രമാണുള്ളത്. ഇനി ഇതെന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഉഡായിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ സ്വത്ത് സർക്കാരിലേക്ക് എടുക്കാനുള്ള നിക്ഷേപം തിരിച്ചെടുക്കാനുള്ള സാധ്യതയുള്ളൂ. അത് വേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വേറെ ഏതെങ്കിലും കാരണം പറഞ്ഞു കൊണ്ടുവരുന്ന ഫണ്ട് ആർക്കെങ്കിലും കുടുംബ സ്വത്തായി ഉപയോഗിക്കാനോ ഏതെങ്കിലും അച്ഛനും അല്ലെങ്കിൽ പട്ടക്കാർക്കും ഒക്കെ ബെൻസ് വാങ്ങിക്കാനോ പറ്റില്ലല്ലോ. ഇതിലെ യഥാർത്ഥ പ്രശ്നം അതാണ്. അതായത് പണം വകമാറ്റി ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് മതപരിവർത്തനം, അത് പല കാര്യങ്ങൾക്കും ഈ പണം ഉപയോഗിക്കുന്നുണ്ട്. മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ട്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. നമ്മൾ കണ്ടതാണ്, ഒരു അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് ഈ ഫോറിൻ ഫണ്ട്
സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ അനുവാദമുള്ള ഇവരെ സംഘടനകളെ ഒന്ന് നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. മാത്രമല്ല ഇതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ന്യൂഡൽഹിയിലുള്ള SBI വഴി മാത്രമേ കഴിയുകയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പല അക്കൗണ്ടുകളിലേക്കും പല സ്ഥലങ്ങളിലേക്കും വരുമ്പോൾ അതിനൊരു ഏകീകൃത രൂപമില്ല. നേരെ മറിച്ച് അവിടെയാണെങ്കിൽ ഒറ്റ അക്കൗണ്ട്. അതായത് നിയമം ഭയങ്കരമായി വളരെ ടൈറ്റനായി എന്നുള്ളതാണ്. കുറച്ച് നന്നായി നടത്തുന്നവർക്ക് ഒരു കമ്പനി എങ്ങനെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് നടത്താമോ അങ്ങനെ നടത്തുന്നവർക്ക് മാത്രമേ, അതേപോലെ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നവർക്ക് മാത്രമേ അല്ലെങ്കിൽ NGO നടത്തുന്നവർക്ക് മാത്രമേ ഇത് നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് യഥാർത്ഥ പ്രശ്നം. അങ്ങനെ ഇപ്പോൾ അമൃതാനന്ദമയി മഠം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പണം വരുന്ന ട്രസ്റ്റുകൾ അതൊക്കെയാണ്. അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഇവിടെ ക്രിസ്തീയ മതവിശ്വാസികളെ അല്ലെങ്കിൽ സഭകളെ ഇളക്കി വിട്ടുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം നടത്തുന്നത്. അവരിൽ ഭീതി സൃഷ്ടിക്കുകയാണ്. ഇത് അറിയാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ. ഈ ട്രസ്റ്റ് നടത്തുന്നവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഈ അച്ഛന്മാർക്കൊക്കെ ഇത് അറിയാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ പല ഉടായ്പകളും കാണിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇവർക്ക് പലർക്കും ഉള്ളത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. യാതൊരു സംശയവുമില്ല. മറ്റാർക്കുമില്ലാത്ത, അതായത് 3000 സംഘടനകൾക്ക് ബാക്കി 13,000 സംഘടനകൾക്കില്ലാത്ത പ്രശ്നം 3000 സംഘടനകൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവർക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരാണ് പ്രശ്നക്കാരെന്ന് ആദ്യം മനസ്സിലാക്കും. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുക. അപ്പോൾ പത്രസമ്മേളനങ്ങൾ ചറപുറ ചോദ്യം ചോദിക്കുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് വലിയ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുക, മാധ്യമങ്ങളിലൂടെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഈ 15,000 ട്രസ്റ്റുകൾ ഉണ്ടെന്നും 15,000 ട്രസ്റ്റുകൾ 16,000-ൽ 15,000 ക്രിസ്ത്യാനികളുടേതാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഇങ്ങനെ വിഡ്ഢിത്തരം പറയുന്നതെന്ന് അറിയില്ല. ഒരു ദിവസമെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ മാറ്റിവെച്ചാൽ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പറയാൻ കഴിയുമോ? അതോ ഇനി മനഃപൂർവ്വം പറയുന്നതാണോ എന്നറിയില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് വളരെ കൃത്യമായി വളരെ ഭംഗിയായി ഈ FCRI ഫണ്ടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വളരെ ഭംഗിയായി നടപ്പാക്കാവുന്ന, വളരെ ഭംഗിയായി ടൈറ്റൻ ചെയ്തിട്ടുള്ള നിയമമാണെന്ന കാര്യത്തിൽ സംശയമില്ല.